നമസ്കാരം. പ്രധാന വാർത്തകൾ. മുന്നണി വിടുമെന്ന വാർത്ത വെറും ഗോസിപ്പ്. ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടുമെന്ന ചർച്ച പൊളിറ്റിക്കൽ ഗോസിപ്പാണെന്ന് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് UDF-ൽ നിന്ന് പോയതല്ല, അവർ പുറത്താക്കുകയായിരുന്നു. അതിനുശേഷം എടുത്ത തീരുമാനം LDF-നൊപ്പം നിൽക്കുക എന്നതാണ്. അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ജയവും പരാജയവും ഉണ്ടാകും. പരാജയപ്പെട്ടാൽ ഉടനെ മുന്നണി മാറുക എന്നാണോ എന്നും ജോസ് കെ മാണി ചോദിച്ചു. രാജ്യസഭാ സീറ്റിന്മേലുള്ള ചർച്ച നടക്കുകയാണ്. സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീരുമാനം തിങ്കളാഴ്ച അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉചിതമായ തീരുമാനം CPM എടുക്കുമെന്നാണ് വിശ്വാസം. രാജ്യസഭാ സീറ്റിന് പകരം മറ്റൊരു പദവി വാഗ്ദാനം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പരിപാടിക്കില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. മൂന്നാമതും BJP അധികാരത്തിൽ. കാളിമാതാവിന് കൈവിരൽ സമർപ്പിച്ച യുവാവ്. രാജ്യത്ത് മൂന്നാമതും BJP അധികാരം ഉറപ്പിച്ചതിന് പിന്നാലെ യുവാവ് തന്റെ വിരൽ മുറിച്ച് കാളിദേവിക്ക് സമർപ്പിച്ചു. ഛത്തീസ്ഗഡ് സ്വദേശിയായ ദുർഗേഷ് പാണ്ഡെയാണ് ക്ഷേത്രത്തിലെത്തി വിരൽ മുറിച്ച് കാളിക്ക് സമർപ്പിച്ചത്. വോട്ടെണ്ണൽ ദിവസം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിന്നതോട് ദുർഗേഷ് വലിയ വിഷമത്തിലായിരുന്നു. തുടർന്ന് കാളി ക്ഷേത്രത്തിലെത്തി BJPയുടെ വിജയത്തിനായി പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് NDAയുടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയും അധികാരം ഉറപ്പിക്കുകയും ചെയ്തതോടെ വീണ്ടും കാളി ക്ഷേത്രത്തിൽ ചെന്ന് ഇടത് കൈയിലെ വിരൽ വെട്ടി ദേവിക്ക് സമർപ്പിക്കുകയായിരുന്നു. കനത്ത മഴ. വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് 2 പേർക്ക് പരിക്ക്. കിളിമാനൂർ നഗരൂർ കോയിക്കമൂലയിൽ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് അമ്മയ്ക്കും മകനും പരിക്കേറ്റു. കോയിക്കമൂല സ്വദേശികളായ ദീപു, അമ്മ ലീല എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 1 മണിക്ക് പെയ്ത മഴയിലാണ് വീടിന്റെ മേൽക്കൂര തകർന്നു വീണത്. വീടിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന ദീപുവിനും അമ്മയ്ക്കും മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജ് ICU അടിച്ചു തകർത്ത പ്രതി അറസ്റ്റിൽ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിനുള്ളിൽ അതിക്രമിച്ചു കയറി ഗ്ലാസ് അടിച്ചു തകർത്ത പ്രതിയെ പിടികൂടി. പുല്ലൻതേരി രാമവർമ്മൻചിറ വീട്ടിൽ രാജീവാണ് പോലീസ് പിടിയിലായത്. കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ ICUവിനുള്ളിൽ കയറി വിലപിടിപ്പുള്ള സാധന സാമഗ്രികളും ചില്ലുകളും അടിച്ചു തകർത്ത ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട്ടിലെ ആശാരിപ്പള്ളത്തിൽ നിന്നാണ് പ്രതിയെ പോലീസ് വലയിലാക്കിയത്. ക്രിസ്തുവിന്റെ രൂപത്തിൽ സുരേഷ് ഗോപിയുടെ മുഖം. ഇടത് നിരീക്ഷകനെതിരെ പരാതി. ക്രിസ്തുവിനെ വികൃതമായി അവതരിപ്പിച്ചതിന് ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസിനെതിരെ പരാതിയുമായി സീറോ മലബാർ സഭ പ്രോ ലൈഫ്. ക്രിസ്തുവിന്റെ ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ മുഖം ചേർത്ത് തയ്യാറാക്കിയ ചിത്രമാണ് വിവാദമായത്. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ചിത്രം വിമർശനം നേരിട്ടതോടെ റെജി നീക്കം ചെയ്തിരുന്നു. മതപരമായ പ്രതീകങ്ങളെ അവഹേളിക്കുന്ന പ്രവണതയെ ശക്തമായ നിയമ നടപടികളിലൂടെ സർക്കാർ നേരിടണമെന്നും സീറോ മലബാർ സഭ പ്രോ ലൈഫ് വ്യക്തമാക്കി. ക്രിസ്തുവിന്റെ മുഖവുമായി സുരേഷ് ഗോപിയുടെ മുഖം ചേർത്ത ചിത്രമാണ് തൃശൂരിലെ BJP വിജയത്തെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ റെജി ലൂക്കോസ് ഉപയോഗിച്ചത്. ഒരു ക്രിസംഗി ഭവനത്തിലെ പുതിയ കാഴ്ച, സുയേഷു എന്ന കുടുംബത്തിന്റെ നാഥൻ എന്ന കുറിപ്പോടെയായിരുന്നു റെജി ലൂക്കോസ് ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്.